സോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു സീരിയസ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മുടെ ഹാർഡ് കോർ 100 ഡേയ്സ് ഹാർഡ് കോർ ചലഞ്ച് ചത്തില്ലെങ്കിൽ. ഓക്കെ, സോ ഈ എപ്പിസോഡിൽ നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്ന പോലെ ഒന്നല്ല ഈ വീഡിയോ. നമ്മുടെ വ്യൂവേഴ്സിൽ നിന്ന് നമുക്കൊരു കംപ്ലൈന്റ് കിട്ടി, നമുക്കൊരു ടാസ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ പരാതി തീർത്തെടുക്കാം. ടാസ്ക് നമ്പർ 1, ബെഡ് കണ്ടുപിടിക്കൽ. ഹാർഡ് കോർ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ടാസ്ക് നമ്പർ 2 വില്ലേജ് കണ്ടുപിടിക്കലാണ്. ടാസ്ക് നമ്പർ 3 ഫുഡ് സെറ്റാക്കല്. ആൻഡ് ടാസ്ക് നമ്പർ 4 ഉണ്ട്, അതാണ് ബ്രീഡർ സെറ്റാക്കല്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്രീഡറും കൂടി സെറ്റാക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വില്ലേജ് കിട്ടിയ അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ വഴുകി വഴുകി പോകും ഗൈസ്. ഓക്കെ, അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, നമുക്ക് പ്ലെയിൻ ഏരിയ കിട്ടണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പ്ലെയിൻ കിട്ടിയാൽ കുറച്ചുകൂടിയും പ്ലെയിനായിട്ട് ലൈക്ക് ഈ പ്രീവിയസ് ഒക്കെ മോർണിംഗ് ആണെങ്കിലും കുറെ സോംബീസ് ഒക്കെ ഇറങ്ങും. നമുക്ക് പണിയാണ് കേസ്. ഓക്കെ, നമ്മുടെ അപ്പൊ നമുക്ക് പ്ലെയിൻ ഏരിയ ചുറ്റും നോക്കണം. ഓക്കെ, ചെറിയൊരു ലാഗ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മറ്റേ ട്രീസ് നമുക്ക് അങ്ങ് എടുത്തേക്കാം. ഇരിക്കുന്ന ട്രീസ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്ക് അതും കൂടി അങ്ങ് കട്ട് ചെയ്ത് എടുത്തേക്കാം. പിന്നീട് നമ്മൾ ഈ വഴി കാണും വരികയാണെങ്കിൽ നമുക്ക് കണ്ട് ഭയങ്കര ദേഷ്യം വരും. ഓക്കെ, സോ നമുക്ക് നേരെ എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തേക്കാം. യെസ്, ഓക്കെ, ട്രീ ഒക്കെ കട്ട് ചെയ്ത് ഓ ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ഒരു വില്ലേജ് ആണ്. വില്ലേജ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് വില്ലേജ് കിട്ടി. ടാസ്ക് നമ്പർ 1ഉം ടാസ്ക് നമ്പർ 2 കംപ്ലീറ്റ് ആയി. കാരണം ടാസ്ക് നമ്പർ 1 ബെഡ് ആണ്. ബെഡ് നമ്മുടെ വില്ലേജിൽ എന്തായാലും ഉണ്ടാവില്ല ഗൈസ്. ഓക്കെ, സോ ചെറിയ ലാഗേജ് പിന്നെ വന്നിട്ടില്ലേ. ഓക്കെ, ആ വില്ലേജ് ലോഡ് ആവുന്നതിന് തോന്നുന്നു ഗൈസ്. അത് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് വില്ലേജ് അടിയൊക്കെ പൊട്ടിക്കൊടുക്കണം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാസ്ക് നമ്പർ 1 കംപ്ലീറ്റ്, ടാസ്ക് നമ്പർ 2 കംപ്ലീറ്റ് ആയിട്ട്. ഇനി ടാസ്ക് നമ്പർ 3 എവിടുന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഗൈസ്? മറ്റേ ഹൗബേല് ഒപ്പിച്ച കംപ്ലീറ്റ് ആക്കും. ഓ മൈ ഗോഡ്, നമുക്ക് കാര്യങ്ങളൊക്കെ നീങ്ങി. ഓക്കെ, സോ നമുക്ക് ഒരു വില്ലേജ് ഗോളത്തിൽ തട്ടിയ അതൊന്നും കിട്ടും. അപ്പൊ അത് അടുത്ത വീഡിയോ. മൈ ഗോഡ്, എന്ത് പാവക്കാല ഇവിടെയൊക്കെ വീണ പോയി, ഹാർഡ് പോയി പോയി പോയി. നമുക്കപ്പോ ഈ ഹൈബേരും കൂടി എഴുതിയേക്കും. നമ്മുടെ ടാസ്ക് നമ്പർ 3 കംപ്ലീറ്റ്. നമ്മുടെ ടാസ്ക് നമ്പർ 3 പെട്ടെന്ന് നീങ്ങിയത് കാരണം ഫീഡ് അത്യാവശ്യം നല്ല ഫീഡാണ്. ഇതൊക്കെ ഇതൊക്കെ ഒന്ന് എടുത്തേക്കാം. ഓക്കെ, സെറ്റ്, ഇത് എടുത്തേക്കാം. ഓക്കെ, എന്റെ മുമ്പിൽ കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഹൈബേയിൽ മൊത്തം എടുത്തേക്കാം. ഇവിടെ ഒരുപാട് സീപ്പുകളുണ്ട്. നമുക്ക് ബെഡൊന്നും വേണമല്ലോ. നമുക്ക് ബ്രീഡർ ബെഡ് വേണ്ടി വരും. എന്നാലും നമ്മുടെ വില്ലേജിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാലും അയൺ ഫാം ഒക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടിവരും. നമ്മളിപ്പോൾ അയൺ ഫാം വരെ എത്തിയില്ല. ഈ വീഡിയോ സർവേ ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അയൺ ഫാം വരെ പോയി. ഇതിലത് നമുക്ക് ഈ വില്ലേജ് കയറാം. ഇവിടെ ബെഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേസ്. നമുക്ക് ഇപ്പഴത്തേക്കൊന്ന് പോയി നോക്കാം കേസ്. ഓക്കെ, വല്ലതുണ്ടോ എന്നൊന്ന് നോക്കാം. വേൾഡ് ലോഡ് ആവുന്നതിന്റെ ഞാൻ തോന്നുന്നു ചെറിയ ചെറിയ ലേഗസി എവിടേക്കോ എവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് റെഡി ആക്കാം. ലോഡ് ആവുന്നതിന്റെ ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡ് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ ഫോൾസുകളുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ സാധനമൊന്നുമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഓക്കെ, ഞാനൊരു കാര്യം എടുക്കാൻ വേണ്ടി ഓക്കെ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഇതെന്താ ദാരിദ്ര്യം പിടിച്ച വില്ലേജ്, ഒന്നുമില്ല. ഒരു ബ്ലാക്ക് സ്മിത്ത് പോലും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അവിടുന്ന് കുറച്ച് ബെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിപ്പോഴത്തേക്കൊന്ന് ടേബിൾ ഉണ്ടാവും. ആ സീനൊന്നും ഞാൻ കാണിക്കാതെ ബോർ അടിപ്പിക്കാണ്ടിരിക്കാനാണ്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് ഹേബിൾ നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ഹേബിൾ റെഡി ആയിട്ട് നമുക്ക് ഫുഡ് അത്യാവശ്യമായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇനി മീറ്റ് ആക്കിയിട്ട് മീറ്റ് വെച്ച് ബ്രെഡ് ആക്കാം. അപ്പൊ ബ്രെഡ് കഴിച്ച് നമുക്ക് കുറച്ച് കാര്യം നീങ്ങാം. ഓക്കെ,
നമുക്ക് പിന്നെ റിച്ചായി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തേക്ക് നിൽക്കണ്ട ദൂരെ മാറിയിട്ട് കൊല്ലണമായിരുന്നു എനിക്ക്. ഓക്കെ അവർ കേട്ടിട്ടുണ്ട്. നമുക്കൊരു ബ്രീഡറിന്റെ ഒരു ഏരിയ നമ്മളിപ്പോ നോക്കുന്നത് ബ്രീഡറെ സെറ്റ് ആക്കാനായിട്ടുള്ള ഇതുള്ള പുതിയ വേർഷനിൽ വന്നതാണോ ഈ മോഡ് പാക്ക് ലൈക്ക് ഈ ടെക്സ്റ്റ് പാക്കിൽ ഉള്ളതാണോ അറിയില്ല. നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ? ഇതൊന്ന് എടുക്കാൻ പറ്റുമോ? ഫീൽഡ് കുറച്ചില്ല. നല്ല ഭംഗിയില്ലേ നൈറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊന്ന് ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് എടുക്കാൻ പറ്റും അത്. ഇതൊക്കെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് മനസ്സിലാവും അത് അങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്രീഡർ സെറ്റാണ്. ബ്രീഡറാണ് നമുക്ക് അടുത്ത പണി. ഓക്കെ so ഇനി ബ്രീഡർ സെറ്റപ്പിനായിട്ട് ഓക്കെ 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 നല്ലൊരു ഏരിയ കിട്ടണം. നല്ലൊരു ഏരിയ കിട്ടിയാൽ നമുക്കൊരു ബ്രീഡ് സെറ്റാണ്. അതിന് മുമ്പ് നമുക്ക് ഒരു വീട് വേണം. നമ്മുടെ വീട്ടിൽ ഒരു വീട് വേണം. നമുക്ക് ഈ വീടിന്റെ അടുത്ത് ചെറിയൊരു അത്യാവശ്യം ചെറിയൊരു വീട് അത് മതി. അവിടെ ഇരിക്കട്ടെ. പോണൊന്നുമില്ല ഗൈസ്. ഓക്കെ നമ്മുടെ ഫ്രണ്ട് ഒരു കമ്പനി കൊണ്ടുവരാം. ഓക്കെ ഫീഡ് നമുക്ക് എടുത്താൽ നമുക്ക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് സോറി ഗൈസ്. ഓക്കെ അതിന്റെ പ്രോട്ടീൻ ഉണ്ട് ചെറുതായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഓക്കെ സോറി. നമുക്ക് ഒരു ഈ ടെക്സ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയാണ്. അപ്പം അത് മാറ്റാനായിരുന്നു ഞാൻ ചോദിച്ചത്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫുഡ് റെഡിയാക്കാം. ഇത്രയും പറ്റില്ലേ? സോ നമ്മള് റിച്ച് റിച്ച്. ഓക്കെ ചെറിയ ഫുഡ് കേസൊക്കെ നമുക്ക് 2 സ്റ്റാക്ക് എടുത്തു. ലൈക്ക് 1.5 കഴിഞ്ഞ് കുറച്ചുണ്ട്. ഓക്കെ എടുത്തേക്കാം. ഈ ഷേപ്പ് കൊണ്ട് ഓക്കെ നമുക്ക് ഈ ഹാർഡ് സീരീസ് നമുക്കെല്ലാം സെറ്റാണ്. നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് എല്ലാം ഉണ്ട്. പൊളിയാണ് ഗൈസ്. ഓക്കെ നമ്മുടെ റീപ്ലേ മോഡ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉണ്ടാവില്ല. കാരണം റീപ്ലേയിൽ ചെറിയ റീപ്ലേ മോഡിന് ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്. 1.25 ആക്കേണ്ടത് 1.25 ആണ്. ഓക്കെ അത് ചേഞ്ച് ആക്കാനുണ്ട്. സെറ്റാക്കി. ഓക്കെ ഷുവർ ഗൈസ്. ഓക്കെ അപ്പൊ ഈ പണിയാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ബ്രീഡർ പണിയുന്നതിന് മുമ്പ് നമുക്ക് ടൂൾസ് സെറ്റാണ്. ടൂൾസ് നമ്മുടെ ഇല്ല. നമ്മുടെ വുഡൻ പിക്കാക്സ് പോലും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് തമ്പ് അടിക്കാം. തമ്പ് അടിക്കാം. ഞങ്ങളുടെ നാട്ടിൽ തമ്പ് അടിക്കാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നൊക്കെ അവിടെ ആയിട്ട് താമസിക്കാനായിട്ട് ഒരു ഏരിയ. ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ബെഡ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കാം. ഓക്കെ സെറ്റ്. എന്തായാലും മറ്റേ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. റീസ്പോണൊക്കെ പുല്ല് വില ഓക്കെ ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ അത് സെറ്റ് ആക്കിയിട്ട് ഇനി കുറച്ച് നമുക്ക് ടൂൾസ് ആണ് ഇനി വേണ്ടത്. ആവശ്യം ഉള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊന്ന് മൈൻ ചെയ്യാൻ പോകണം. നമ്മൾ വുഡൻ ഗെയിംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ എനിക്ക് ഇവിടെയായിട്ട് മൈൻ ചെയ്ത് നമുക്ക് ദൂരം വന്ന കാരണം ലൈക്ക് കുഴിച്ചതായിട്ടൊക്കെ നമ്മുടെ ഒരു പ്ലേസിലേക്ക് ഒഴിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഐഡിയയിലേക്ക് വന്നത്. ഓക്കെ സോ എനിക്ക് ഫസ്റ്റ് അഡ്വാൻസ്മെന്റ് കിട്ടി ഗൈസ്. സ്റ്റോൺ ഏജ് സോറി ഗൈസ് എനിക്ക് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അതാണ്. ഓക്കെ നമുക്ക് ഈ സ്റ്റോൺ എടുത്തേക്കാം.
ഓക്കെ സത്യം. ഇതൊക്കെ ഓക്കെ ഓക്കെ ഒരു പാറ്റേൺ പോലെ ആക്കിയിട്ടില്ല. ഒരു ലാപ്ടോപ്പിലൊക്കെ ഇല്ല പെട്ടെന്ന് ഡയമണ്ട് പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ കുറെ നാളായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് അതിന്റെയാണ് മൈൻക്രാഫ്റ്റ് 2 സെക്കൻഡ് ഉണ്ട്. വീട്ടിലോട്ട് നേരെ പോവാം. അവിടെ നേരെ പോയി കഴിഞ്ഞാൽ പ്രശ്നം പ്രശ്നം. ഓ യെസ്. അപ്പൊ സെക്കൻഡ് അഡ്വാൻസ്മെന്റ് റെഡി ഡ്രൈവിംഗ് ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ഒരു സെറ്റ് യെസ് ഗൈസ്. പിന്നെ പറയുമ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നമുക്കിനി കുറച്ച് ഫുഡ് ഭയങ്കര ട്രാക്സ് ആക്കാനൊക്കെ ഉണ്ട് നമ്മുടെ ബിൽഡിന് വേണ്ടിയിട്ട്. സോ അതാണ് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത്. ഓക്കെ സോ ഇവിടുത്തെ ഫുഡ് നമുക്ക് A3 അങ്ങ് ചെയ്തെടുക്കാം. ഓക്കെ കാണിച്ച് അതൊന്നും പറ്റുന്നില്ല. ഓക്കെ സോ എത്രയൊക്കെ കിട്ടുന്നത് വരാം ഗൈസ്. ഓക്കെ നമ്മൾ വുഡൊക്കെ കട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഔട്ട്ലൈൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഇതും കൂടി കിട്ടും. നമ്മൾ ബ്യൂട്ടി സെറ്റ് ആക്കുന്നില്ല ഗൈസ്. ഓക്കെ സാധാ ഒരു ബ്രീഡർ നമുക്ക് സെറ്റ് ആക്കാം. ഒരുപാട് നമുക്ക് സെറ്റ് ആക്കണ്ട ഗൈസ്. ഓക്കെ നമുക്ക് ഇതും കൂടി ഇവിടെ വെക്കാം. ഓക്കെ അത് റെഡിയാക്കി ഇവിടെ ഈ സൈഡും കൂടി നമുക്ക് ഇങ്ങനെ ഇതാക്കാം. ഓക്കെ ഓക്കെ നമുക്ക് ഔട്ട്പുട്ട് ആണെങ്കിൽ സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ കുറച്ച് കുറച്ച് പണികൾ ഇനിയുണ്ട്. ചെറിയ പണിയാണ്. ഓ സോറി നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അയൺ വേണ്ടി വരും. അയൺ സോ നമുക്ക് ഗോളത്തിന് തട്ടേണ്ടി വരും. ഗോളത്തിന് ഓക്കെ ഈ ചാർജിന്റെ ചെറിയൊരു പോർട്ട് ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ നമുക്ക് ഇനി യെസ് യെസ് യെസ്. ഓ മൈ ഗോഡ് യെസ്. ഓക്കെ വലിയ കുഴപ്പമില്ല. നമുക്ക് ഇനി ഈവനിങ് ഓക്കെ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം സിമ്പിൾ ഓണത്തിന് ഓക്കെ ഗോളൊക്കെ ഈസിയാണ്. ഓക്കെ ഓണത്തിന് ഇതൊക്കെ ചട്ടവിനെ പോയി പോയി അതൊക്കെ. ഓക്കെ നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. സെറ്റായിട്ട് ഓക്കെ ചെറിയ സാധ്യത പോർട്ട് ഇഷ്യൂ ചെറിയൊരു പണി വരുന്നുണ്ട്. ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാൻ നമ്മുടെ ബ്രീഡറിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഇവിടെയായിട്ടും തുറന്നു വെച്ചേക്കാം കാരണം ഉള്ളിലേക്ക് കയറാൻ ഇറങ്ങാനായിട്ട് നമുക്കിനി മേടിയിൽ ബ്ലോക്ക് വെച്ച് കയറാൻ വയ്യ. ഓക്കെ നമുക്ക് ഇവിടെ പൊളിച്ചാം. പിന്നെ ബ്രീഡറിന്റെ വേറെ ഡോർ വേണമെങ്കിൽ വെക്കാം. ഓക്കെ ഏറ്റവും കിട്ടാൻ ഗേറ്റ് ഓക്കെ പിന്നെ ഒരു ഒരു ഷീൽഡ് അല്ല ഷീൽഡ് അല്ല നമുക്ക് വീണ്ടും സാധനം എന്ന് പറയുമ്പോൾ ഷീൽഡ് ഉണ്ടാകും. പിന്നെ മറ്റേ എന്താണ് അതിന്റെ പേര് ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റിൽ ഇട്ടാൽ വീണ്ടും നമുക്കൊരു വാട്ടർ എടുക്കാം. വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ഇവിടെ ആയിട്ട് ഇങ്ങനെ അപ്പൊ നമുക്കൊരു ഷവൽ ഉണ്ടാക്കിയിരുന്നു പക്ഷേ നമുക്ക് മൈൻ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഷവലില്ല ഷവലും ഷോയും വേണം. അപ്പൊ അത് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബ്രീദറിന്റെ ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഈ ഭാഗം വെച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചേക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ ഇവിടെ വരെ കറക്റ്റ് ഓക്കെ നമുക്ക് ഇങ്ങോട്ടും കൂടി കുറച്ച് ഡേറ്റ് എടുത്ത് കളയാം. ഓക്കെ എന്നിട്ട്
നമുക്ക് കുറച്ച് ഗ്ലാസ് ഒക്കെ വേണ്ടി വരും. ഓക്കെ, അത് വെക്കണമെങ്കിൽ ഓക്കെ. ചെറിയ കപ്പ് കേസ് അപ്പം ഒരുപാട് ടോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണം. ലൈക്ക് ഒക്കെ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറയണമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കറക്റ്റ് അതിൽ വീഴും. യെസ്, കറക്റ്റായിട്ട് അതിൽ വീഴും. അപ്പൊ നമുക്ക് നമുക്ക് നേരെ മേളിലേക്ക് കയറാം. ഈ ഒരു ഏരിയ ഒരു പക്ഷിയുടെ മുകളിലേക്ക് അടിച്ചു. ഓക്കെ, വരുമ്പോ ഓക്കെ. ചെറിയ ചെറിയ ചിലവന്നെ, ചെറിയ ബേബിയിലെ ചിലവന്നെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് guys. ഇത് കറക്റ്റായിട്ട് പറയുന്നില്ല. ഓക്കെ, കുറച്ച് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മള് കുറച്ച് ടൂൾസ് സെറ്റാക്കി, കുറച്ച് വെള്ളം എടുക്കാം അവിടുന്ന്. ടൂൾസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് ഓക്കെ എടുത്തേക്കാം. ഇവിടെയായിട്ട് വെള്ളം ഒഴിക്കാം. കാരണം ക്രോപ്സ് വളരാനായിട്ട് നമുക്ക് ഇവിടെയായിട്ട് വെള്ളം ഒഴിക്കാം. ചെറുതായിട്ട് തെറ്റിപ്പോയി. ഓക്കെ, സെറ്റ്. ഇവിടെ വയ്ക്കാം. നമുക്ക് ഇപ്പുറത്തെ സൈഡും റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, കുറച്ച് വെള്ളം എടുത്തിട്ട് ഓക്കെ ഒഴിച്ചിട്ട് ഇവിടെ കേട്ട് വെച്ചേക്കാം. ഇനി ഇവിടെ നിൽക്കണം. ഒന്ന് രണ്ട് മൂന്ന്. ഓക്കെ, ഇവിടെ ഇട്ടേക്കണം. ഇതുണ്ട്. കുറച്ച് വെള്ളം കൂടി എടുക്കണം. വരാം, ഒഴിക്കാം, എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് മൊത്തം ഫോൾഡ് ചെയ്തെടുക്കാം. ഓ, എന്നതേ പറയണേ, എനിക്കറിയില്ല guys. ഇതൊന്ന് ഫുള്ള് അങ്ങനെ വെക്കാം. ഓക്കെ 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 ഓക്കെ, സെറ്റ്. ഓക്കെ ഓക്കെ, ചെറുതായിട്ട് ഓക്കെ guys. അപ്പം ഓക്കെ, നമുക്ക് ഇനി നമുക്കെന്താ വേണ്ടത്? വീഡിയോസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബോട്ട് മതി guys. ഒരു ബോട്ട് വെച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓക്കെ, വില്ലേജേഴ്സിനെ ഒരു ചെയ്ത് കളിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ വെച്ചേക്കാം. അവിടെ ഓക്കെ, ഒരു വില്ലേജ് അവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തിരിച്ച് പതിയെ പതിയെ കൊണ്ടുപോകാം. തരാം guys. അങ്ങനെ guys, കഴിഞ്ഞ് വിപരീതത്തിന് അടുത്തെത്തി guys. ഓക്കെ, അപ്പൊ ഒരു വില്ലേജറിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇനി നമുക്ക് ഒരു വില്ലേജറിനെ കൂടെ ഒരു വില്ലേജറിനെ കൂടെ കൊണ്ടുവരാൻ ഒരു ബോട്ട് അവിടെ സെറ്റ് ആക്കാനുണ്ട് guys. ഒരു ബോട്ട് നടക്കില്ല guys. ഓക്കെ, നമുക്ക് ഒരു വില്ലേജറിനെ കൂടി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. കയറിയാൽ മതിയായിരുന്നു. ഓ, എന്നുള്ള കോഴി. ഓ, ഓക്കെ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടൊരു ചിക്കൻ കിട്ടി guys. ഓക്കെ, ഇതുകൂടി ഞാൻ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം guys. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ വില്ലേജറിനെ നമ്മൾ ഇവിടെ എത്തിച്ച് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഒരു ഓടിപ്പോ നമുക്ക് പ്രാൻസോട് വെച്ച് ഓക്കെ പ്രാൻസ് സെറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞാൽ മറ്റേ സാധനം ഉണ്ടാക്കാം. മറ്റേ ഇവരുടെ വർക്ക് സ്റ്റേഷൻ. അപ്പൊ ഒരു വർക്ക് സ്റ്റേഷൻ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതങ്ങ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ഇവിടെ തന്നെ എടുക്കണം. ഓക്കെ, എന്തെങ്കിലും കേട്ടോ, നമുക്ക് ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരെണ്ണം താങ്ക് യു ബച്ച. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് വേറെ? ഇല്ല ഇല്ല, ഈ വില്ലേജ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പോ. നമുക്ക് അവിടെ പോയിട്ട് ഒരെണ്ണം വെച്ചേക്കാം guys. ഓക്കെ ഓക്കെ, ഇതൊന്ന് എടുക്കാം. ഓക്കെ, ഇതൊന്ന് എടുക്കാം. ഒരു ഒരെണ്ണം
ഇതാക്കാം. ഇതാക്കാം. സെറ്റ്. ഒരെണ്ണം കൂടി. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കൊണ്ടുപോയി വെക്കാം. ഓക്കെ. പിന്നെ ഇത് രണ്ടെണ്ണം കൂടി കിട്ടും. പിന്നെ ഇവിടെ ഈ സൈഡായിട്ട് ഓക്കെ. ശരി കേട്ടോ. ഇപ്പുറത്തായിട്ട് ഓക്കെ. ഇതാ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ഓക്കെ. നമുക്ക് ഇവിടെയായിട്ട് അങ്ങനെ വെച്ചേക്കാം. ഇത് ഉണ്ട്. ഈ ഓക്കെ നമുക്ക് ഇവന്മാരെ തുറന്നു തുടങ്ങി. രണ്ട് ഇങ്ങനെ ഓക്കെ പോയിട്ടുണ്ട്. അവന്മാര് പോയിട്ട് നേരെ ഒരുത്തരും ഇവിടാണ് ഒന്നുകൂടി പൊളിച്ചു വെച്ചോക്കാം. ഓക്കെ ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. വൈശേരി ഇവൻ വന്നിരിക്കണം. ഓ മൈ ഗോഡ് ഇവനെ വല്ലാത്ത ഉപദ്രവമാണ് ഇവന് വേണ്ടി. ഉള്ളിലായിട്ടൊക്കെ അവൻ എന്ത് ചെയ്യുന്നു അതെടുക്കുന്നില്ലേ അവൻ ഇത് പിന്നെന്താ പട്ടെടുക്കൂലെന്ന് തോന്നുന്നു ഗൈസ്. മൈ ഗോഡ് ഇവനെ ഞാൻ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ട് ഇവൻ എടുക്കില്ല. മൈ ഗോഡ് പരിപാടി. എന്താ ചെയ്യുന്നു ഉള്ളിലേക്ക് കയറ്റണം. ഒരേ ഒരു വഴി. ഇനി അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റും? കുറച്ച് പണിയാണ് കേസ്. ഇവന് ബോട്ടിലോട്ട് ഇവൻ വന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നു കേസ്. ഓ മൈ ഗോഡ് ഇതൊക്കെ പുഴങ്ങിയും എന്താ ചെയ്യും അവനങ്ങോട്ട് ഇതുണ്ടോ അവനങ്ങോട്ട് വയ്ക്കാം. ഓക്കെ 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 നമ്മുടെ ഓക്കെ പഠിക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് വെയിറ്റ് കിടന്നിട്ട് നമുക്ക് രാവിലെ നോക്കാം. ഓക്കെ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അങ്ങനെ ഈ സ്പോണായി. ഞാൻ നേരത്തെ ഒരു ഡയലോഗ് അടിച്ചാണ് സിമ്പിൾ ആണ്. ആ ഡയലോഗ് ഒക്കെ പോയി. അങ്ങനെ ഈ സീരീസ് ശക്തമായ ഇനി ഹാർഡ്കോർ സീരീസ് 100 ഡേയ്സ് ചലഞ്ച് വേണമെങ്കിൽ പറയുക. പിന്നെ കാണണമെങ്കിൽ എല്ലാവർക്കും നന്നായിരിക്കട്ടെ. ആരും ഹാർഡ്കോർ കളിക്കാൻ അറിയാണ്ട് ഹാർഡ്കോർ കളിക്കാൻ പോയിട്ട് ഗൈസ്. ഓക്കെ വെല്ലുവിളിച്ച് ഒരു കളിക്കും കണ്ടത് വെല്ലുവിളി നടത്തരുത്. ഒരു ഒരു അങ്ങനെ കളി വെക്കാനും പാടില്ല. ഓക്കെ എനിക്ക് ഈ ഫീൽഡോട് അതെനിക്ക് മനസ്സിലായി ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. എങ്ങനെ ഇരിക്കണം?